ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम. എല്ലാവർക്കും ഹരി ഓം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് തൃതീയോധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം നവമ ബ്രാഹ്മണ ശാകല്യ ബ്രാഹ്മണം. അദഹിയേനം വിദഗ്ധഃ ശാകല്യഃ പപ്രച്ഛ. ഇപ്പൊ ശരിയാണോ? ശാകല്യഃ പപ്രച്ഛ കതി ദേവാഃ യാജ്ഞവൽക്യ ഇതി സഹ ഹ ഏതയാ ഏവ നിവിദാ പ്രതിപേദേ യാവന്തഃ വൈശ്വദേവസ്യ നിവിദ് ഇതി ഉച്യന്തെ. ത്രയച്ഛ ത്രീച്ഛ ശതാ ത്രയച്ഛ ത്രീച്ഛ സഹസ്ര ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ത്രയത്രിംശത് ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ഷഡ് ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ത്രയ ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ദ്വാവ് ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി അധ്യർത്ഥ ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ഏക ഇതി. ഓം ഇതി ഹോവാച കഥമേതേ ത്രയച്ഛ ത്രീച്ഛ ശതാ ത്രയച്ഛ ത്രീച്ഛ സഹസ്ര ഇതി. സഹോവാച മഹിമാന ഏവ യേഷാം ഏതേ ത്രയത്രിംശത് ഏവ ദേവാഃ ഇതി. കഥമേതേ ത്രയത്രിംശത് ഇതി. അഷ്ടൗ വസവഃ ഏകാദശ രുദ്രാഃ ദ്വാദശ ആദിത്യാഃ തേ ഏകത്രിംശത് ഇന്ദ്രശ്ച ഏവ പ്രജാപതിശ്ച ത്രയത്രിംശ വാ ഇതി. ഗാർഗി അക്ഷരബ്രാഹ്മണത്തിൽ അക്ഷരലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കി യാജ്ഞവൽക്യ മഹർഷിയുടെ മഹിമ അറിഞ്ഞ് ഉപരമിച്ചതിനന്തരം ശാകല്യൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്ന ബ്രാഹ്മണത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും 3 വിഷയങ്ങളാണ് ഈ ബ്രാഹ്മണത്തിൽ 28 മന്ത്രങ്ങളായിട്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒന്ന്, ലോകപാലകരായ ദേവതകൾ, അവയുടെ സ്തുതികൾ അല്ലെങ്കിൽ അവയുടെ മഹിമകൾ. അതിനുശേഷം ഹിരണ്യഗർഭ ഉപാസന. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ഋഗ്യജു സാമ അഥർവണ വേദത്തിൽ സൃഷ്ടികർത്താവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹിരണ്യഗർഭൻ എന്നത്. ആ മഹിമകൾ, ഉപാസനകൾ പറയുകയാണ്. അതിനുശേഷം വേദാന്തവാക്യ വിചാരം, അതായത് സൃഷ്ടിയൊക്കെ ശാശ്വതമല്ല എന്ന് ഉപദേശിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ആ സഭയിലിരിക്കുന്ന വിദ്വാൻമാരോടായിക്കൊണ്ട്. അങ്ങനെ 3 പ്രധാന വിഷയങ്ങളാണ് ഈ നവമ ബ്രാഹ്മണത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ
ആദ്യത്തെ മന്ത്രത്തിൽ ചോദ്യകർത്താവായ ശാകല്യൻ്റെ ചോദ്യം, അതിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയാണ്. അവസാനം ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ അവസാനം ചോദിക്കുന്നു, കഥമേതേ ത്രയച്ച ത്രീച്ച ശതാ ത്രയച്ച ത്രീച്ച സഹസ്ര ഇതി. അങ്ങ് പറഞ്ഞ ഈ നിവിത്തുക്കൾ, ഈ സംഖ്യകൾ, അത് എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, ഇതിൻ്റെ പ്രാധാന്യമെന്ത്, ഇതിൻ്റെ വിസ്താരമെന്ത് എന്നതാണ് ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ അവസാനം ശാകല്യൻ ചോദിച്ചത്. അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നു. യഥാർത്ഥത്തിൽ പരമാത്മാവ് സൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടികർത്താവായിരുന്നുകൊണ്ട്, അല്ലെ ബ്രഹ്മാജി, നമുക്ക് പുരാണങ്ങളുമായിട്ടാണ് താതാത്മ്യം കൂടുതലെങ്കിലും മനസ്സിലാക്കാനായിട്ട് അങ്ങനെയും ഇവിടെ മനനം ചെയ്യുമ്പോൾ എടുക്കാം. വ്യാഖ്യാനത്തിൽ ഇല്ലത്, പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി മനനത്തിനായി ഉപയോഗിക്കാം. അപ്പോൾ സൃഷ്ടികർത്താവ് ലോകങ്ങളെ സൃഷ്ടിച്ചു, ലോകപാലകരെ സൃഷ്ടിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ള ലോകപാലകരാണ് ഈ ദേവതകൾ. അതാണ് പറയുന്നത് മഹിമാന ഏവ, രണ്ടാമത്തെ മന്ത്രം, മഹിമാന ഏവ യേഷാം വൈശ്വദേവസ്യ ഏതേ ത്രയത്രിംശത് ഏവ ദേവാഹ ഇതി. ഈ വൈശ്വദേവന്മാരായ ദേവതകള്, അല്ലയോ ശാകല്യ, പ്രധാനമായും എത്രയുണ്ട്? ത്രയത്രിംശത്, 33 ആകുന്നു. ആ 33 എണ്ണത്തിൻ്റെ നമ്പറുകളാണ് പറയുന്നത്. ആദ്യത്തത് അഷ്ടൗ വസവഃ, 8 വസുക്കൾ. രണ്ടാമത്തത് ഏകാദശ രുദ്രാഹ, 11 രുദ്രന്മാര്. ദ്വാദശ ആദിത്യാഹ, 12 ആദിത്യന്മാര്. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടെയാണ്. അവിടെ അതിഥിയുടെയും കശ്യപ മുനിയുടെയും നമ്മൾ ആ കഥ പറഞ്ഞു. പക്ഷെ അത് വേദത്തിൽ പറയുന്നില്ല, പുരാണത്തിലെ കഥയാണത്. അവിടെ 12 പുത്രന്മാരിൽ അവർ എന്താണ് 12 മാസങ്ങളായിട്ട്, അതിനെയും ദ്വാദശ ആദിത്യന്മാരുടെ നമ്പർ യാജ്ഞവൽക്യ മഹർഷി അടുത്ത മന്ത്രങ്ങളിൽ പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്. അവരാണ് ഈ ദ്വാദശ ആദിത്യന്മാർ. 12 മാസങ്ങളെ പ്രതിനിധീകരിക്കും. ഇപ്പം നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ജനുവരി ഫെബ്രുവരി എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കൊല്ലവർഷമോ അല്ലെ ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന, ശകവർഷമാണെങ്കിൽ അതിലെ 12 മാസങ്ങൾ അടങ്ങിയ സൂര്യവർഷത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ദ്വാദശ ആദിത്യൻ. അല്ലാണ്ട് 12 സൂര്യന്മാർ 12 ദിവസം ഉദിക്കുമെന്നോ അല്ലെ 12 ലോകങ്ങളിലുണ്ടെന്നോ അങ്ങനെയല്ല അർത്ഥം. ഓരോ മാസത്തിന് ആ മാസത്തിൻ്റെ സംരക്ഷണാർത്ഥം, പാലനാർത്ഥം ഈ ദ്വാദശ ആദിത്യന്മാരെ പറയുന്നു. അവരുടെ പേരും ഇനി നമ്മൾ പഠിക്കും. ഇങ്ങനെ എത്രയായി? അഷ്ടോ വസവഃ, 8 വസുക്കൾ. ഏകാദശ രുദ്രാഹ, 11 രുദ്രന്മാര്. ദ്വാദശ ആദിത്യാഹ, 12 ആദിത്യന്മാര്. തേ എന്ന് വെച്ചാൽ ഇവര് വസുക്കള്, രുദ്രന്മാര്, ദ്വാദശ ആദിത്യന്മാര്. ഇവരാണ് തേ. ഇവര് തൊട്ട് മുമ്പ് പറഞ്ഞ ഇവര് എത്രയാണ്? ഏകത്രിംശത്. ത്രിംശത് എന്ന് പറഞ്ഞ ശത് 10, ത്രിംശത് എന്ന് പറഞ്ഞാൽ 3 ഗുണം 10, 30. ഏകത്രിംശത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക, 31 അല്ലേ? ഏകത്രിംശത്. ഇവ 31 ഇപ്പം 33 പറഞ്ഞത്. ഇനി ബാക്കി പറയുകയാണ്. ഇന്ദ്രച്ച ഏവ, ഒന്ന് ഇന്ദ്രനാകുന്നു. അടുത്തത് 32ാമത്തെ ആള് ഇന്ദ്രനാകുന്നു അല്ലെ? 32 എന്ന് വെച്ചാൽ ദ്വാത്രിംശത്, അതാണ് 32, ഇന്ദ്രനാകുന്നു. അടുത്തത് പ്രജാപതി. ആ ഏവ എന്നുള്ള വാക്കില്ലേ, അത് ഇന്ദ്രൻ്റെ കൂടെയും ചേർക്കണം, പ്രജാപതിയുടെ കൂടെയും ചേർക്കണം. ശ്രദ്ധിക്കണേ. ഇന്ദ്രച്ച ഏവ പ്രജാപതിച്ച ഏവ, അതായത് ഒന്ന് ഇന്ദ്രനാകുന്നു, മറ്റൊന്ന് പ്രജാപതിയാകും. അപ്പം അതുകൊണ്ടാണ് ഏവകാരം രണ്ടിൻ്റെയും കൂടെ ചേർത്തത്. അപ്പം ദ്വാത്രിംശത് 32ാമത്തത് ഇന്ദ്രൻ, ത്രയത്രിംശത് 33ാമത്തത് പ്രജാപതി. അങ്ങനെ എത്രയായി ടോട്ടൽ? 8ഉം 11ഉം 12ഉം 1ഉം 1. ടോട്ടൽ എത്രയായി?
യാജ്ഞവൽക്യ മഹർഷി തന്നെ പറയുന്നു, ത്രയത്രിംശത് വാ. വാ എന്ന് വെച്ചാൽ ഇവ. ഏത്? ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ഇവരെല്ലാവരും. എത്രയാണ് ടോട്ടൽ? ആകെ മൊത്തം ഇവരെല്ലാവരും കൂടെ എത്ര വന്നു? ദ്വാത്രിംശത്. അല്ല, ത്രയത്രിംശത്. ത്രയം 3, പിന്നെ ത്രിംശത് 33 ആകുന്നു എന്ന് പറയും. ഇനിയും വസുക്കൾ എത്ര? വസുക്കളുടെയൊക്കെ നമ്പറല്ലേ പറഞ്ഞുള്ളൂ യാജ്ഞവൽക്യ മഹർഷി. ഇവരുടെയൊക്കെ നമ്പറാണ് പറഞ്ഞു. ഇനി ഇവരുടെ പേരുകൾ ചോദിക്കുകയാണ് ശാകല്യൻ. അപ്പോൾ അതിന് മറുപടി പറയുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. തൃതീയ മന്ത്രം, മൂന്നാമത്തെ മന്ത്രം. കഥമേ വസവ ഇതി അഗ്നിച്ച പൃഥിവി. വേണേ നമ്പർ ഇട്ടോളൂ വേണ്ടവരവിടെ. ഒന്നാമത്തത് അഗ്നി, രണ്ടാമത്തത് പൃഥിവി, 3 അതിൻ്റെ മേളിൽ ഇട്ടാൽ മതി. 1 2 3 എന്നുള്ള. അഗ്നി, 2 പൃഥിവി, 3 വായു, 4 അന്തരീക്ഷം, 5 ആദിത്യൻ, 6 ദ്യൗ, 7 ചന്ദ്രമ, 8 നക്ഷത്രാണി. അങ്ങനെ 8 വസുക്കൾ. ഒന്നുകൂടെ പറയാം. കഥമേ വസവ ഇതി അഗ്നിച്ച പൃഥിവീച്ച വായുച്ച അന്തരിക്ഷം ച ആദിത്യച്ച ദ്യൗച്ച ചന്ദ്രമാച്ച നക്ഷത്രാണി ച ഏതേ. നക്ഷത്രാണി ച ഏതേ വസവഃ. ഫുൾ സ്റ്റോപ്പാണ് അവിടെ. വസവഃ ഏതേഷു ഹീതം. ഏതേഷു ഹീതം, ഹി ഇദം. സർവം ഹിതം, സർവം ഹിതം ഇതി ഇതി തസ്മാത് തസ്മാത് വസവ ഇതി. ഒന്നുകൂടെ പറയാം. കഥമേ വസവ ഇതി അഗ്നിച്ച പൃഥിവീച്ച വായുച്ച അന്തരീക്ഷം ച ആദിത്യച്ച ദ്യൗച്ച ചന്ദ്രമാച്ച നക്ഷത്രാണി ച ഏതേ വസവഃ. ഏതേഷു ഹീതം സർവം ഹിതം ഇതി തസ്മാത് വസവ ഇതി. ഒരുമിച്ച് ചൊല്ലാം. കഥമേ വസവ ഇതി അഗ്നിച്ച പൃഥിവീച്ച വായുച്ച അന്തരിക്ഷം ച ആദിത്യച്ച ദ്യൗച്ച ചന്ദ്രമാച്ച നക്ഷത്രാണി ച ഏതേ വസവഃ. ഏതേഷു ഹീതം സർവം ഹിതം ഇതി തസ്മാത് വസവ ഇതി. കഥമേ വസവ ഇതി അഗ്നിച്ച പൃഥിവീച്ച വായുച്ച അന്തരിക്ഷം ച ആദിത്യച്ച ദ്യൗച്ച ചന്ദ്രമാച്ച നക്ഷത്രാണി ച ഏതേ വസവഃ. ഏതേഷു ഹീതം സർവം ഹിതമിതി തസ്മാത് വസവ ഇതി. കഥമേ വസവ ഇതി. അപ്പം അതാരായിരിക്കും? ശകല്യൻ ചോദിക്കുകയാണ്. കഥമേ അല്ലേ, വസവ ഇതി വസുക്കൾ എത്ര എന്ന് അങ്ങ് പറയൂ. പക്ഷെ ഇവിടെ അഷ്ടൗ വസവാന്ന് ശകല്യൻ ചോദിക്കുന്നില്ല. അപ്പം കാരണം യാജ്ഞവൽക്യ മഹർഷി ആദ്യമേ പറഞ്ഞിരുന്നു അഷ്ടൗ വസവഹാന്ന്. പക്ഷെ നോക്കൂ, ശാകല്യൻ അഷ്ടം എന്നുള്ള നമ്പറേ പറയുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്തായിരിക്കും ഗൂഢാർത്ഥം മനസ്സിലാക്കേണ്ടത്? ഓം ഇതിഹോ വാച, ഓം ഇതിഹോ വാച അത് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു ഔപചാരികതയുടെ പേരിൽ പറയുന്നേ ഉള്ളൂ. ഈ നിവിത്തുക്കളെ, സംഖ്യകളെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ഇത് ഭാഷ്യകാരൻ പറയുന്നതാണ്. മനസ്സുകൊണ്ട്
ആരംഗീകരിക്കുന്നില്ല? ശാകല്യൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ നമ്പർ ഒന്നും പറയാത്തത്. ഇനിയുള്ളത് കഥമേ രുദ്ര ഇതീന്നേ പറയുന്നുള്ളൂ, രുദ്രന്മാരാരെന്ന്. അല്ലാണ്ട് ഏകാദശ രുദ്ര, ഈ 11 രുദ്രന്മാരാരെന്ന് 12 ആദിത്യന്മാരാരെന്നോ നമ്പരേ ചോദിക്കുന്നില്ല. പക്ഷെ യാജ്ഞവൽക്യ മഹർഷി അതൊന്നും ഗൗനിക്കുന്നില്ല. അദ്ദേഹം അങ്ങ് പറയുകയാണ്, ചോദ്യത്തിന് മാത്രം മറുപടി പറയുകയാണ്. അടുത്ത ഡയലോഗ് യാജ്ഞവൽക്യ മഹർഷിയുടെയാണ്. ഒന്ന് അഗ്നി, ച എന്ന് വെച്ചാൽ ആൻഡ്, അഗ്നിയും പൃഥിവി. നമ്മൾ കൂടെ ഇവിടെ മന്ത്രമായതുകൊണ്ട് 1, 2, 3 നമ്പർ ഇടാൻ പറ്റൂലല്ലോ. അപ്പം 1, 2, അങ്ങനെ പറഞ്ഞു പോകുന്നതിനാണ് ച എന്ന് ഉപയോഗിക്കുന്നത്. ചകാര പ്രയോഗം ഇവിടെ അതാണ് സൂചിപ്പിക്കുന്നത്. അഗ്നിച്ച, പൃഥിവീച്ച, വായുച്ച, അന്തരീക്ഷം ച, ആദിത്യം ച, ആദിത്യച്ച, ദ്യൗച്ച. ദ്യൗ എന്ന് വെച്ചാൽ ദ്യുലോകങ്ങൾ. ചന്ദ്രമാച്ച, നക്ഷത്രാണി ച, നക്ഷത്രങ്ങൾ. ഏതേ വസവഃ, ഏതേ എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്പർ പറഞ്ഞല്ലോ, അതായത് അഗ്നി മുതൽ നക്ഷത്രം വരെയുള്ള ഈ 8 പേരും, ഏതേ ഇവര്, വസവഃ ഇവരാകുന്നു, അഷ്ടൗ വസവഃ ഇവിടെ അധ്യാഹാരം ചെയ്യുക. ഏതേ അഷ്ടൗ വസവഃ, ഏതേ അഷ്ടൗ. കാരണം നമ്മൾ എണ്ണിയപ്പോൾ നമുക്ക് 8 കിട്ടിയത്. 1 മുതൽ 8 വരെയുള്ള ഈ അഗ്നി മുതൽ നക്ഷത്രം വരെയുള്ള വസ്തുക്കൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂട്ടിച്ചേർക്കുക, ഏതേ അഷ്ടൗ വസവഃ ഇവയാകുന്നു ശകല്യ 8 വസ്തുക്കൾ. ഏതേ അഷ്ടൗ വസവഃ. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, അവരെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് യാജ്ഞവൽക്യ മഹർഷി വീണ്ടും പറയുകയാണ്. ഏതേഷു ഹിതം സർവം ഹിതം ഇതി. അതായത് ഇവരെന്താ ചെയ്യുന്നത്? ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർഷദരായി നിന്നുകൊണ്ട്, അല്ലേ, വിഷ്ണു ആരെന്നൊന്നും ഇതിലേക്ക് ഇനി നമ്മൾ പറയേണ്ട, സ്ഥിതിപാലകൻ എന്ന പരമാത്മാവിൻ്റെ ഭാവത്തെയാണ്. നമ്മൾ ഉദാഹരണം പറയാറില്ല, ഒരു സ്ത്രീ അമ്മയാകുമ്പോഴാണല്ലേ ആ പേര് വരിക, അമ്മ എന്ന പേര് വരിക. അല്ലെ ഒരു പുരുഷൻ അച്ഛനാകുമ്പോഴാണ് അച്ഛൻ എന്ന ടൈറ്റിൽ വരിക. അതുപോലെ തന്നെ പരമാത്മാവ് സ്ഥിതി എന്ന ധർമ്മം ചെയ്യുമ്പോൾ ഭഗവാന്റെ നാമമാണ് വിഷ്ണു എന്ന്, അല്ലേ. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ ഭഗവാനെ സഹായിക്കുവാനായി, ആ സ്ഥിതി പാലനം എന്ന ധർമ്മത്തെ സഹായിക്കുവാനായിട്ട് ഭഗവാന്റെ തന്നെ പാർഷദരായി, സഹായികളായി, ധർമ്മികളായി നിൽക്കുന്ന ഇവര് ആര്? വസുക്കൾ. അവർ ഹിതമിതി, സർവം ഹിതമിതി എന്ന് വെച്ചാൽ എന്താണ്? സർവം ജഗതഃ ഹിതം, എല്ലാ ജഗത്ത്, അതായത് 14 ലോകങ്ങൾക്കും ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ ഹിതം. ഹിതം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സാധാരണ ഹിതം എന്ന വാക്കിന് എന്താണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്? വെക്കപ്പെട്ടിരിക്കുന്നത്. ഹിതം എന്ന് വെച്ചാൽ നന്മ, നല്ലത്, അല്ലേ, ഹിതമായത് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിതം എന്ന വാക്ക്. എവിടെയാണ് പഠിച്ചത്? കൃഷ്ണയജുർവേദ തൈത്തരീയ ഉപനിഷത്ത് ശിക്ഷാവല്ലി ശിഷ്യാനുശാസനത്തിൽ ഹൃതം ബ്രൂയാ, സത്യം ബ്രൂയാ, ഹിതം ബ്രൂയാത്, അനൃതം ന ബ്രൂയാത്. ശിഷ്യന്മാർ പോകുമ്പം പറയില്ലേ, അതായത് ഹിതമായതേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലേ. അഹിതമായതാണെങ്കിൽ അവിടെ മൗനമായിരിക്കണം എന്നുള്ള, അവിടെ ഹിതം, ഇവിടെ ആ അർത്ഥമാണ്. ഹിതം എന്ന് വെച്ചാൽ ലോകഹിതാർത്ഥം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മഹാത്മാക്കൾ അവരെ കുറിച്ചൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ, അല്ലേ, ലോകഹിതാർത്ഥം, അവർ പല കാര്യങ്ങളും ചെയ്യുന്ന ലോകത്തിന് വേണ്ടി, ആ അർത്ഥമാണ് ഇവിടെ. അവർ ഈ പാർഷദന്മാരും സർവ്വജഗത്തിനും, ജഗത്തെന്നേ നമ്മൾ എഴുതിയിട്ടുള്ളൂ, അല്ലെ അധ്യാഹാരം ചെയ്തിട്ടുള്ളൂ. അവിടെ മനസ്സിലാക്കണം, ജഗത്തിലുള്ള സർവ്വചരാചരങ്ങൾ, മനുഷ്യന്മാരും മൃഗങ്ങളും ദേവതകളും എല്ലാം, അതാണ് ജഗത്തെന്നുള്ള വാക്കിനകത്ത് അതുമുണ്ട്.
അപ്പം അവരെന്ത് ചെയ്യുന്നു? ഈ സർവ്വലോകത്തിലുമുള്ള സർവ്വ ജീവചരാചരങ്ങളുടെയും നിലനിൽപ്പിനായി ഭഗവാൻ വിഷ്ണുവിനെ അല്ലെ സ്ഥിതിപാലകനെ സഹായിക്കുക എന്ന ഹിതകർമ്മം ചെയ്യുന്നു. അതാണ് ഇവിടെ അർത്ഥം. അതുകൊണ്ട്, തസ്മാത്, therefore, അതുകൊണ്ട്, ഈ കാരണം കൊണ്ട്, തസ്മാന്ന് വെച്ചാൽ അതുകൊണ്ട്, ഏതുകൊണ്ട്? ജഗത് ഹിതം ചെയ്യുന്നു എന്ന കാരണം കൊണ്ട്. അതാണ് തസ്മാത്. ജഗത്ത് ഹിതം ചെയ്യുന്നു എന്ന കാരണം കൊണ്ട്, വസുക്കൾ അല്ലെ, വസുക്കൾ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് അവരെ വസവഹ, അവരെ വസുക്കൾ എന്ന് വിളിക്കുന്നു. ഇതാണ് കാരണം. എന്തുകൊണ്ടാണ് ഇവരെ വസു എന്ന് വിളിക്കുന്നത് എന്നതിൻ്റെ കാരണം പറയുകയാണ്. അഗ്നി ആയിക്കോട്ടെ, പൃഥിവി ആയിക്കോട്ടെ, വായു ആയിക്കോട്ടെ, അന്തരീക്ഷമായിക്കോട്ടെ, ആദിത്യനായിക്കോട്ടെ, അല്ലേ, ലോകങ്ങളായിക്കോട്ടെ, ലോകപാലകരായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, ഇവരെല്ലാം പറഞ്ഞല്ലോ, ഈ പേരുകൾ പറഞ്ഞല്ലോ. ഇവരാണ് അഷ്ടവസുക്കൾ. അവർ സ്ഥിതിപാലകനെ സഹായിക്കുക എന്ന ധർമ്മം ചെയ്യുന്നു. ആ കാരണം കൊണ്ടാണ് ഇവരെ വസുക്കൾ എന്ന നാമം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ നാമം അവർക്ക് വിധിക്കപ്പെട്ടത്. അതാണ് വസവഹ ഇതി, അതാകുന്നു കാരണം. ഇനി നമ്മൾ ഇപ്പം ഗൂഢാർത്ഥമാണ് പഠിച്ചത്, അതായത് വസു എന്നതിൻ്റെ ആന്തരാർത്ഥമാണ് പഠിച്ചത്. ഇനി നമ്മൾ കൊളോക്കിയലായിട്ട്, അതായത് സാമാന്യമായിട്ടും വ്യവഹാരത്തിൽ വസവഹ എന്ന വാക്കിന് ഐശ്വര്യമെന്നും സമ്പത്തെന്നും അർത്ഥമുണ്ട്. അതിവിടെ ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വേണമെങ്കിൽ എന്ന് പറഞ്ഞത്. ഇവിടെ അതിനാവശ്യമില്ല. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണ് വസവഹ എന്നതിന് വേറെ സന്ദർഭങ്ങളിൽ അർത്ഥം വരും. സമ്പത്ത് എന്ന അർത്ഥമുണ്ട്, ഐശ്വര്യം എന്ന അർത്ഥവുമുണ്ട്. ഭഗവാനെയൊക്കെ പുകഴ്ത്തുമ്പോൾ അല്ല സ്തുതിക്കുമ്പോൾ അല്ലേ, ഭഗവാൻ സമ്പത്തിനെ നൽകുന്നവനാണ്. വസുദാത, വസുദേവരല്ല, വസുദാത എന്ന് വെച്ചാൽ സമ്പത്തിനെ നൽകുന്നവൻ എന്ന് ഭഗവാനെ സ്തുതിക്കാറുണ്ട്. വസുദാത എന്ന് വെച്ചാൽ ഐശ്വര്യത്തെ നൽകുന്നവൻ അല്ലേ. വസുദാത്രി, ദേവിയെ സ്തുതിക്കാറുണ്ട്. ഐശ്വര്യത്തെ നൽകുന്നവൾ, സ്ത്രീലിംഗം വരുമ്പോൾ ധാത്രി, ദാദാ വരുമ്പോൾ പുല്ലിംഗം അല്ലേ. അപ്പം കാളിയെയൊക്കെ സ്തുതിക്കും, വസുദാത്രിയേ നമഃ, അല്ലയോ ദേവി അങ്ങനെക്ക് ഐശ്വര്യത്തെ നൽകണേ, അതിനായി ഞാൻ നമസ്കരിക്കുന്നു എന്ന് അങ്ങനെ പറയാറുണ്ട്. വസവഹ, വസുക്കളെ കുറിച്ച് പറഞ്ഞു. ഇനി അവരുടെ പേരുകൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവർക്ക് ആ നാമം വരാനുള്ള കാരണവും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ഇനി അടുത്തത് ചതുർത്ഥ മന്ത്രം, നാലാമത്തെ മന്ത്രം. കഥമേ രുദ്ര ഇതി ദശമേ പുരുഷേ പ്രാണാഹ, ദശമേ പുരുഷേ പ്രാണാഹ, ആത്മ ഏകദശ, ആത്മേകാദശ, 3 വാക്കുകളാണ്. ആത്മ ഏകദശ, ഫുൾ സ്റ്റോപ്പ്. തേ യഥാ അസ്മാത്, യഥാ തേ യഥാ അസ്മാത് ശരീരാത്, ശരീരാത് മർത്യാത്, മർത്യാത് ഉത്ക്രാമന്ത, ശരീരാത് മർത്യാത് ഉത്ക്രാമന്ത അല്ലേ. ഈ വാക്ക് കേൾക്കുമ്പോഴേ 15 അധ്യായം ഓർമ്മ വരണം, ഭഗവത്ഗീത. ഉത്ക്രാമന്തം സ്ഥിതം വാഹി ഭുജാനം വാ ഗുണാന്വിതം അല്ലേ, പുരുഷോത്തമ യോഗം. ശരീരാത് മർത്യാത് ഉത്ക്രാമന്ത, അധ രോധയന്തി, അധ രോധയന്തി, തത് യത് രോധയന്തി, തത് യത് രോധയന്തി, തസ്മാദ് രുദ്ര ഇതി, തസ്മാദ് രുദ്രാഹ, അവിടെ വിസർഗമുണ്ട്. തസ്മാദ് രുദ്രാഹ ഇതി, രുദ്രന്മാർ ആകുന്നു, വിസർഗം വരും അവിടെ. തസ്മാദ് രുദ്രാഹ ഇതി.
കഥമേ രുദ്ര ഇതി കഥമേ രുദ്ര ഇതി അവിടെ കഥമേ രുദ്ര ഇതി ദശമേ പുരുഷേ പ്രാണാഃ ആത്മ ഏകദശ തേ യഥാ അസ്മാത് ശരീരാത് മർത്യാത് ഉത്ക്രാമന്ത അധരോധയന്തി തത് യത് രോധയന്തി തസ്മാത് രുദ്രാഃ ഇതി. ഒരുമിച്ച് ചൊല്ലാം. കഥമേ രുദ്ര ഇതി ദശമേ പുരുഷേ പ്രാണാഃ ആത്മ ഏകദശ തേ യഥാ അസ്മാത് ശരീരാത് മർത്യാത് ഉത്ക്രാമന്ത അധരോധയന്തി തത് യത് രോധയന്തി തസ്മാത് രുദ്രാഃ ഇതി. കഥമേ രുദ്ര ഇതി ദശമേ പുരുഷേ പ്രാണാഃ ആത്മ ഏകദശ തേ യഥാ അസ്മാത് ശരീരാത് മർത്യാത് ഉത്ക്രാമന്ത അധരോധയന്തി തത് യത് രോധയന്തി തസ്മാത് രുദ്രാഃ ഇതി. അടുത്ത വസുക്കളെ കുറിച്ച് ചോദിച്ച് അടുത്തത് ചോദിക്കാണ്. കഥമേ രുദ്ര. കണ്ടോ, ഏകാദശ എന്ന് പറയുന്നേ ഇല്ല, ഇവിടെ രുദ്ര ഇതി. ഇപ്പൊ ശാകല്യം ചോദിക്കുകയാണ്, ഏതെല്ലാമാണ് യാജ്ഞവൽക്യ മഹർഷേ രുദ്രന്മാര്. രുദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം എഴുതിക്കോളൂ. യത് രോധയന്തി ഇതി രുദ്ര ഉച്യതേ. യത് രോധയന്തി യത് രോധയന്തി ഇതി രുദ്ര ഉച്യതേ. ഇത് രോധയന്തി രുദ്ര ഉച്യതേ. ഏതൊരു ശക്തിയാണോ രോധനം എന്ന ധർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത്, ഏതൊരു ശക്തിയാണോ രോധനം എന്ന ധർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത്, ആ ശക്തിയെ രുദ്രൻ എന്ന് വിളിക്കുന്നു. ആ ശക്തിയെ രുദ്രൻ എന്ന് വിളിക്കുന്നു. ഏതൊരു ശക്തിയാണോ രോധനം എന്ന ധർമ്മത്തെ, അവിടെ ജീവചരാചരങ്ങൾക്കാണ് കേട്ടോ. അതായത് ഇന്ദ്രാദി മുതൽ മനുഷ്യാദി മുതൽ തിര്യക്കാദിയുള്ള സർവ്വജീവ എല്ലാവർക്കും രോധനമുണ്ട്. രോധനം എന്ന് വെച്ചാൽ ദുഃഖം അല്ലേ. നമ്മൾ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ അളവ് പോലും മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാ ജീവചരാചരങ്ങൾക്കും സുഖമുള്ളതുപോലെ തന്നെ ദുഃഖവുമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ. ഇപ്പോൾ ജീവചരാചരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ല, അത് ആ എട്ടിമോളജിയിൽ ഇല്ലാത്തത് കൊണ്ട്, പരിഭാഷയിൽ ഇല്ലാത്തതുകൊണ്ടാണ് വ്യാഖ്യാനത്തിൽ പറയാഞ്ഞത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ഏതൊരു ശക്തിയാണോ സർവ്വജീവചരാചരങ്ങൾക്കും, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, അത് സർവ്വജീവചരാചരങ്ങൾക്കും രോധനം എന്ന ധർമ്മത്തെ. ഏതൊരു ശക്തിയാണോ സർവ്വജീവചരാചരങ്ങൾക്കും, ബ്രാക്കറ്റിലേ ഉള്ളൂ കേട്ടോ, അത് പരിഭാഷയിലില്ല കേട്ടോ. അപ്പം നമ്മൾ ബ്രാക്കറ്റിൽ തന്നെ എഴുതണം. രോധന എന്ന ധർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് കരയാൻ സാധിക്കുന്നത് രുദ്രന്മാരുടെ സഹായം കൊണ്ടാണ് അല്ലേ. നമ്മൾ പറയും എന്തോ അഡ്രിനാൽ ഗ്രന്ഥി എന്തോ ഉണ്ടല്ലോ കണ്ണിൽ, അത് കാരണമാണല്ലോ കരച്ചിൽ വരുന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി, നമ്മൾ കണ്ണിൻ്റെ കാര്യം ഇത്രയും കാലം പഠിച്ചത് എന്താണ്? ആദിത്യൻ്റെ സഹായം കൊണ്ടാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ വരുണദേവനെ കുറിച്ച് പറയാം. 8 എവിടെയാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ശിശുബ്രാഹ്മണത്തിൽ 2.2 2-ാം അധ്യായം 1.2.2 1-ാം ഖണ്ഡം 2-ാം അധ്യായം
രണ്ടാം ബ്രാഹ്മണം 1.2.2 അല്ലേ? അവിടെ നമ്മൾ പഠിച്ചിരുന്നു. ആ പശുക്കിടാവിൻ്റെയൊക്കെ ഉദാഹരണം കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ ഉദാഹരണം പഠിച്ചില്ലേ? അപ്പോൾ കണ്ണിൽ വെള്ളമുണ്ടാകുന്നത് അല്ലേ, അത് വരുണദേവൻ്റെ സഹായം കൊണ്ടാണ്. അല്ലെ വരുണദേവൻ ധർമ്മം കണ്ണിലിരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് രോധനം എന്ന ആ അനുഭവം കണ്ണിലൂടെ നടക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഇവിടെ പറയുകയാണ് ആ ശക്തി, അതാണ് നമ്മൾ ശക്തി എന്നുള്ള വാക്ക് എഴുതിയത്. യത് രോധയന്തി, ആ ഭഗവാൻ രുദ്രനായിരുന്നു കൊണ്ട് ആ രുദ്രൻ്റെ പാർഷദന്മാർ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് രോധനം എന്ന ധർമ്മത്തെ, അല്ലെ, നമുക്ക് സുഖം പോലെ തന്നെ ദുഃഖവും അനുഭവിക്കണം അല്ലേ? കരയാൻ പറ്റാത്ത എത്ര പേരുണ്ടെന്നറിയാം നിങ്ങൾ? അത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. വലിയ ദുഃഖമുണ്ട്, പക്ഷെ കരയണമെന്നുണ്ട്, പക്ഷെ കണ്ണിക്കൂടെ വെള്ളം വരില്ല, ആ ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല. ഒന്നാലോചിച്ച് നോക്കിയാൽ ആ ഗ്രന്ഥി പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലവർക്കത് വളരെ കൂടുതലായിരിക്കും. ഗ്രന്ഥി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ചിലവർക്ക് ആ ഗ്രന്ഥി പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഇത് ആ സന്തുലിതയിൽ പോകുന്നുണ്ടല്ലോ, അത് ആരാണ് ആ ശക്തി നൽകുന്നത്? ഭഗവാൻ രുദ്രരൂപത്തിലിരുന്നു കൊണ്ടാണ് എന്നാണ് ഇവിടെ അതുകൊണ്ട് എന്താണ് ഭഗവാനെ രുദ്രൻ എന്ന് വിളിക്കുന്നത്? ലയകർത്താവാണ്. അതുകൊണ്ട് നമ്മളത് ഇന്നലെ പഠിച്ചു. ഭഗവാൻ സംഹാരമൂർത്തി ആയതുകൊണ്ട് ആ സംഹാരം ചെയ്യുന്ന അല്ലെങ്കിൽ ലയം ചെയ്യുന്ന ആ സമയത്ത് ആ ധർമ്മം ചെയ്യുന്നത് കൊണ്ട് രുദ്രൻ എന്ന് വിളിക്കുന്നു എന്ന് പഠിച്ചു. പിന്നെ മറ്റൊരു കാരണം ഇത്, അത് മാത്രമല്ല ചെയ്യുന്നത്. അപ്പം ഭഗവാൻ സൃഷ്ടി നടത്തിയിട്ട് വെറുതെ കുത്തിരിക്കുകയല്ല, ഇനി ലയം വരട്ടെ അപ്പം ഞാൻ രുദ്രനായിട്ട് അവതരിക്കാം, അതുവരെ എനിക്ക് കിടന്നുറങ്ങാം, അതല്ല അല്ലേ? രുദ്രൻ എന്താ? സദാ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ പ്രവർത്തിക്കുന്നു? സർവ്വ ജീവചരാചരങ്ങളിലും ആ ദുഃഖം എന്ന അനുഭവം, നമുക്ക് മനസ്സിൽ ദുഃഖം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് രോധനം വരിക. അപ്പോൾ അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കരയുമ്പോൾ എന്ത് വിചാരിക്കണോ? ഭഗവാനെ, രുദ്രൻ എൻ്റെ കണ്ണിലുണ്ടല്ലോ, അല്ലെ രുദ്രൻ പ്രവർത്തിക്കുന്നു. ചിലവരുണ്ട് എന്ത് വന്നാലും കരയില്ല, എന്ത് വന്നാലും അവർ ഭയങ്കര സ്ട്രോങ് ആണ്. നമോ നാരായണ. പക്ഷെ ചിലവരെങ്ങനെയാണ്? അടുത്തൂടെ പോയാൽ മതി. പല പല വാസനയും പല പ്രാരാബ്ധമായിട്ട് വന്നതിൻ്റെ പ്രത്യേകത. പക്ഷെ നമ്മൾ നോക്കൂ, നായയും പശുവും ഒക്കെ കരയുന്നു, ആന കരയുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ദുഃഖം ഇങ്ങനെ, അത് ശാരീരിക പീഡകൾ കൊടുക്കുമ്പോഴും അല്ലെ ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോൾ അത് അവരുടെ രോദനം കണ്ട്. അപ്പോൾ ആ ജീവചരാചരങ്ങൾ, നമ്മൾ വിചാരിക്കുക എനിക്ക് മാത്രമേ ഉള്ളൂ കരച്ചിലല്ല, ആ ജീവചരാചരങ്ങളും കണ്ട്. അതുപോലെ ഇന്ദ്രാദികളും ദേവന്മാർ, നമ്മൾ പല കഥകളും കണ്ടിട്ടില്ല. അസുരന്മാർ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവർ കരഞ്ഞു നിലവിളിച്ചാണ് ബ്രഹ്മാജിയുടെ അടുത്ത് പോകുന്നത്, ഞങ്ങളെ രക്ഷിക്കണേ എന്നും പറയും. ബ്രഹ്മാജി പറയും എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കൂട്ടിയാക്കി വിടുന്നതല്ല. നമ്മൾ പറയാറില്ലേ, ഇത് കുറച്ച് ക്രിട്ടിക്കലാണ്, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയില്ലേ? അതുപോലെ ബ്രഹ്മാജി പറയും നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ചിലപ്പോൾ വിഷ്ണുദേവൻ സഹായിക്കും, ചിലപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കൊണ്ടുപോയില്ലേ, അപ്പം മഹാദേവൻ്റെ അടുത്ത് അങ്ങനെ കാണാറില്ല. അപ്പോൾ അവരും ദേവതകൾക്ക് പോലും രോദനമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ സർവ്വജീവചരാചരങ്ങളെയും എന്ന് പറയാൻ കാരണം ഇതാണ്. ആ രോധനമെന്ന ദുഃഖമെന്ന അനുഭവം മനസ്സിലുണ്ടാകുമ്പോൾ അത് നേത്രേന്ദ്രിയത്തിലൂടെ പ്രകടമാക്കുന്നത് രുദ്രദേവൻ്റെയും, വരുണദേവനാണ് ആ കണ്ണുനീരായി വരുന്നത്. പക്ഷെ അതിന് സഹായിക്കുന്നത് ആരാണ്? ഇവിടെ രുദ്രന്മാരാണ് അത് പറയും. പിന്നെ അവരത് മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മൾ യത് രോധയന്തി ഇത് രുദ്ര എന്ന് പറയും. ഇപ്പം ചോദിച്ചു കഥമേ രുദ്ര ഇത്, രുദ്രനാരെന്നാണ് ചോദിച്ചു. അപ്പോൾ പറയുന്നു ദശമേ പുരുഷേ. ഇവിടെ പുരുഷേ എന്നാൽ രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം മനുഷ്യേ, മനുഷ്യൻ്റെ എന്നതാണ്. രണ്ടാമത്തെ അർത്ഥം സർവ്വജീവചരാചരങ്ങൾ. എന്തുകൊണ്ട് രണ്ടർത്ഥം പറയുന്നു എന്ന് പറയാം. ആദ്യം എഴുതുക. പുരുഷ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം
മനുഷ്യേ, മനുഷ്യൻ്റെ, മനുഷ്യേ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പഞ്ചമവിഭക്തി മനുഷ്യേ. പിന്നെ സർവജീവചരാചരേ, സർവജീവചരാചരങ്ങളുടെയും. മനുഷ്യേ എഴുതിയ. അപ്പോൾ ഒന്നാം ദശമേ, ദശമെന്ന് വെച്ചാൽ ദശമ ഇന്ദ്രിയേ, 10 ഇന്ദ്രിയങ്ങൾ. ദശം എന്ന് വെച്ചാൽ 10, ദശമേ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങളുള്ളത് മനുഷ്യനാണുള്ളത് അല്ലേ. ബാക്കി ജീവചരാചരങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ എണ്ണത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. അതുകൊണ്ട് ഒരു മിനിറ്റ് ദശമേ എന്നാണ് എൻ്റെ പുസ്തകത്തിൽ. ഞാൻ ഗീതാ പ്രസിൻ്റെ കൈലാസാശ്രമത്തിൻ്റെ പുസ്തകം നോക്കി നാളെ പറയാവേ. ദശമേ എന്നാണ് എൻ്റെ ബുക്കിൽ, അങ്ങനെയാണ് പഠിച്ചത്. ചിലപ്പോൾ പാഠഭേദമാകാം, നോക്കി പറയാം. ദശമേ പുരുഷേ, അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ദശമേ എന്നാണോന്നോ ദശമേ എന്നാണോന്നോ. പുരുഷേ, പുരുഷേ മനുഷ്യേ. അപ്പം 10 ഇന്ദ്രിയങ്ങളുള്ള മനുഷ്യന്മാർക്കാണ്. അതുകൊണ്ടാണ് പുരുഷൻ എന്ന വാക്കിന് ഇവിടെ ഒന്നാമത്തെ അർത്ഥം മനുഷ്യൻ എന്ന് കൊടുത്തത്. അതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അർത്ഥം വെച്ച് ആദ്യം നോക്കാം, എന്നിട്ട് രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് വരാം. ദശമേ പുരുഷേ പ്രാണാഹ ആത്മ ഏകദശ. അപ്പം മനുഷ്യന് 10 ഇന്ദ്രിയങ്ങളും പിന്നെ പ്രാണാഹ ആത്മ ഏകദശ. അതായത് ഏകദശം എന്ന് വെച്ചാൽ ദശത്തിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർക്കുക, 11. 11ാമത്തത് എന്താണ്? ആത്മ. പ്രാണാഹ ആത്മാ. ഇവിടെ ആത്മാ എന്ന് വെച്ചാൽ ജീവാത്മ, ജീവാത്മാക്കളുടെ പ്രാണൻ. പ്രാണൻ എന്ന വാക്കിന് ഇവിടെ മനസ്സെന്നാണ് അർത്ഥം കേട്ടോ. നിശ്വാസ പ്രാണനല്ല. പ്രാണൻ എന്ന വാക്കിന് ഈ സന്ദർഭത്തിൽ മനസ്സെന്നാണ് അർത്ഥം. ദശമേ പുരുഷേ പ്രാണഹ ആത്മ ഏകദശ എന്ന് വെച്ചാൽ ഈ ഏകാദശന്മാർ 11 രുദ്രന്മാരെന്ന് പറയുന്നത് അവർ രോധനം എന്ന ധർമ്മം ചെയ്യിക്കുന്നു. കണ്ണിലിരുന്ന്, കണ്ണിൽ മാത്രമല്ല അവർ ശക്തി നൽകുന്നത്. എവിടെയാണ്? മനുഷ്യൻ്റെ 10 ഇന്ദ്രിയങ്ങൾ. 10 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? 5 ജ്ഞാനേന്ദ്രിയവും 5 കർത്തേന്ദ്രിയവും അല്ലേ. ശബ്ദസ്പർശ രൂപരസഗന്ധവും വാക്പാണി പാദപായു ഉപസ്ഥവും, അങ്ങനെ 5 10 ഇന്ദ്രിയങ്ങളും അല്ലേ. സ്പീഡിൽ പറയുന്ന നമ്മളിതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. മനുഷ്യൻ്റെ 10 ഇന്ദ്രിയങ്ങളും പിന്നെ എന്താണ്? 11ാമത്തതായി മനസ്സിന്. മനസ്സിൻ്റെ ദേവത ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രന് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന ധർമ്മം ചെയ്യുവാനായിട്ടുള്ള ശക്തി നൽകുന്നത് രുദ്രനാണ് അല്ലെ. ഭഗവാന്റെ രുദ്രഭാവമാണ്. ഇവിടെ പറയുന്ന ഈ യാജ്ഞവൽക്യ മഹർഷി ഇതെല്ലാം നമ്മൾ ഈ നമ്പറെല്ലാം പറഞ്ഞ് എൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. സൃഷ്ടികർത്താവ് വേറെയല്ല, അല്ലെങ്കിൽ ബ്രഹ്മാജി വേറെയല്ല, വിഷ്ണു വേറെയല്ല, രുദ്രൻ വേറെയല്ല, അല്ലെ മഹാദേവൻ വേറെ. ഞാൻ ശൈവനാണ്, ഞാൻ വൈഷ്ണവനാണെന്നും പറഞ്ഞ് അടികൂടാറില്ലേ പല. ഇപ്പം അത് കുറവാണെന്ന് തോന്നുന്നു പണ്ടത്തെ കാലങ്ങളിൽ. അപ്പോൾ അത് നമ്മളുടെ തെറ്റിദ്ധാരണയെ മാറ്റിത്തരികയാണ്. അഷ്ടവസുക്കളായിരുന്നു നമ്മളെ സഹായിക്കുന്നത് വിഷ്ണുവിൻ്റെ പാർഷദർ അല്ലേ. ഏകാദശ രുദ്രരായിരുന്ന 10 ഇന്ദ്രിയങ്ങളെയും സഹായിക്കുന്ന ശക്തി സ്രോതസ്സായിരിക്കും. അപ്പം ഒരു ഉദാഹരണം പറയാം. മനസ്സിൻ്റെ ദേവത ചന്ദ്രൻ. ഇപ്പം നമ്മളത് പറഞ്ഞു. കണ്ണിൻ്റെ ദേവത ആദിത്യനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദിത്യന് നമ്മുടെ കണ്ണിലിരിപ്പുണ്ട് ആദിത്യൻ. പക്ഷെ ആ ധർമ്മം ചെയ്യണമെങ്കിൽ ശക്തി വേണം. അപ്പോൾ ആ ശക്തി നൽകുന്നത് ഭഗവാന്റെ രുദ്രന്മാരാണ്, അല്ലെ പാർഷദന്മാരാണ്. അതാണ് ഈ അർത്ഥം വരുന്നത്. ഇവിടെ കുറച്ച് ചിന്തിച്ചാലേ കിട്ടുകയുള്ളൂ. നമ്മൾ ഇത്രയും നാളും പഠിച്ചത് അശ്വിനി കുമാരന്മാർ അല്ലെങ്കിൽ അഷ്ടവസുക്കൾ, ചന്ദ്രൻ, വരുണൻ, വായു, അഗ്നി, ഇവരാണ് ധർമ്മം ചെയ്യുന്നത്. ഇവർ
എല്ലാ ഇന്ദ്രിയങ്ങളെയും സഹായിക്കുന്ന ധർമ്മം ചെയ്യുന്നു എന്ന് പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ അതിന് കുറച്ചും കൂടെ കൂടുതലായിട്ട് പറയുകയാണ്, ഇവയുടെ ധർമ്മം ചെയ്യുവാനായിട്ടുള്ള ശക്തി നൽകുന്നവരാണ് അഷ്ടവസുക്കളും ഏകാദശ രുദ്രന്മാരും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ ഒരു ആഡോണായിട്ട് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത് ഇവിടെ പറയുന്നത് അതാണ്. അപ്പം ആ സൂര്യന് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ചന്ദ്രന് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്ത് വേണം? ആ ശക്തി വേണം. ശക്തി ആരാ നൽകുന്നത്? പരമാത്മാവിൻ്റെ രുദ്രഭാവമോ അല്ലെങ്കിൽ വസുഭാവമോ അതാണ് എന്ന് പറയുകയാണ്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. കാരണം കുറച്ച് ചിന്തിക്കാനുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ലോയിലേ പോവുള്ളൂ. നിങ്ങളും മനനം ചെയ്യണം. ഇനി നമ്മൾ ബൃഹദാരണ്യം പഠിക്കില്ല ജീവിതത്തിൽ ഇത്രയും വിസ്തരിച്ച്. ചിലപ്പോൾ അവനവൻ തനിയെ മനനം ചെയ്യും, അത് വേണം. പക്ഷെ നമ്മൾ വിസ്തരിച്ച് പഠിക്കില്ല. അതുകൊണ്ട് ദയവായി മനനം ചെയ്ത് പോവുക. അതോടൊപ്പം നന്നായി പ്രാർത്ഥിക്കുക യാജ്ഞവൽക്യ മഹർഷിയോടും ഗുരുപരമ്പരയോടും മനസ്സിലാക്കാൻ സാധിക്കണേ എന്ന്. ബൃഹദാരണ്യം പഠിക്കുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയ അവസരമാണ്. അതുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുക. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.